ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ. കൂടാതെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ടെലിഗ്രാമിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ കൃത്യമായി തന്നെ അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. നോട്ടിഫിക്കേഷനൊക്കെ ടെലിഗ്രാം വഴി നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തേതൊരു കറണ്ട് അഫയേഴ്സ് സെഷനാണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സെഷനിൽ നമ്മൾ 50 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വൈകാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ ലഭിച്ചത് കവി പ്രഭാവർമ്മയ്ക്കാണ്. കവിയായിട്ടുള്ള പ്രഭാവർമ്മയ്ക്കാണ് 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ ലഭിച്ചത്. രൗദ്ര സാത്വികം എന്ന കാവ്യ സമാഹാരത്തിനാണ് ഈ ഒരു സമ്മാനം ലഭിച്ചിട്ടുള്ളത്. 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ ലഭിച്ചത് കവി പ്രഭാവർമ്മയ്ക്കാണ്. രൗദ്ര സാത്വികം എന്ന കാവ്യ സമാഹാരത്തിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേര്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേര് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നതാണ്. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് എഴുത്തുകാരൻ സക്കറിയയാണ്. എഴുത്തുകാരനായിട്ടുള്ള സക്കറിയയ്ക്കാണ് 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനത്തിൻ്റെ പേരാണ് നഫീസ് എന്നത്. നഫീസ്. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനമാണ് നഫീസ്. നാഷണൽ ഓട്ടോമാറ്റിക് ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം. നാഷണൽ ഓട്ടോമാറ്റിക് ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റമാണ് നഫീസ്. അടുത്തത്, മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് എന്താണ്? മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ എന്നാണ്. നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ. നമുക്കിതൊന്ന് റിവൈസ് ചെയ്യാം. 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ ലഭിച്ചത് കവി പ്രഭാവർമ്മയ്ക്കാണ്. രൗദ്ര സാത്വികം എന്ന കാവ്യ സമാഹാരത്തിന്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സക്കറിയ. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനമാണ് നഫീസ് അല്ലെങ്കിൽ നാഷണൽ ഓട്ടോമാറ്റിക് ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം. നാഷണൽ ഓട്ടോമാറ്റിക് ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ. നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ. അടുത്ത സെറ്റ് ചോദ്യം, ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്ന പദാർത്ഥം എന്താണ്? ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റ് ആണ് കേട്ടോ. ഗ്രാഫൈറ്റ്. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്ന പദാർത്ഥം ഗ്രാഫൈറ്റ്. ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങൾ ഏത് ഗ്രഹത്തിനാണ് ഉള്ളത്? അത് ചൊവ്വയ്ക്കാണ് കേട്ടോ. ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങളുള്ള ഗ്രഹം ചൊവ്വയാണ്. ഭൂമിയുടേതിന് സമാനമായിട്ടുള്ള ദിനരാത്രങ്ങളുള്ളത് ചൊവ്വ ഗ്രഹത്തിനാണ്. ലതാ മങ്കേഷ്കറുടെ പേരിലുള്ള ദേശീയ സംഗീത പുരസ്കാരം നൽകുന്നത് ഏത് സംസ്ഥാന സർക്കാരാണ്? ലതാ മങ്കേഷ്കറുടെ പേരിലുള്ള ദേശീയ സംഗീത പുരസ്കാരം നൽകുന്നത് മധ്യപ്രദേശ് സർക്കാരാണ്. മധ്യപ്രദേശ് സർക്കാർ. ലതാ മങ്കേഷ്കറുടെ പേരിലുള്ള ദേശീയ സംഗീത പുരസ്കാരം നൽകുന്നത് മധ്യപ്രദേശ് സർക്കാരാണ്.
ക്രിക്കറ്റ് മൈ സ്റ്റൈൽ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ക്രിക്കറ്റ് മൈ സ്റ്റൈൽ എന്ന പുസ്തകം രചിച്ചത് കപിൽ ദേവ് ആണ്. കപിൽ ദേവിൻ്റെ പുസ്തകമാണ് ക്രിക്കറ്റ് മൈ സ്റ്റൈൽ എന്നത്. ക്രിക്കറ്റ് മൈ സ്റ്റൈൽ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവാണ് അലൻ ട്യൂറിംഗ്. അലൻ ട്യൂറിംഗ് ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവാണ് അലൻ ട്യൂറിംഗ്. ഇദ്ദേഹം തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെയും പിതാവ് കേട്ടോ. കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് ആരാണ്? അലൻ ട്യൂറിംഗ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവും അലൻ ട്യൂറിംഗ് ആണ്. അർജുന അവാർഡ് നേടിയ ആദ്യ ക്രിക്കറ്റർ ആരാണ്? സലിം ദുരാനിയാണ് കേട്ടോ. അർജുന അവാർഡ് നേടിയ ആദ്യ ക്രിക്കറ്ററാണ് സലിം ദുരാനി. സലിം ദുരാനി. നമുക്കിതൊന്ന് റിവൈസ് ചെയ്യാം. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്ന പദാർത്ഥം ഗ്രാഫൈറ്റ് ആണ്. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്ന പദാർത്ഥം ഗ്രാഫൈറ്റ്. ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങൾ ഏത് ഗ്രഹത്തിനാണുള്ളത്? ചൊവ്വ ഗ്രഹത്തിനാണ്. ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങൾ ചൊവ്വ ഗ്രഹത്തിനാണ്. ലതാ മങ്കേഷ്കറുടെ പേരിലുള്ള ദേശീയ സംഗീത പുരസ്കാരം നൽകുന്നത് ഏത് സംസ്ഥാന സർക്കാരാണ്? മധ്യപ്രദേശ് സർക്കാരാണ്. ക്രിക്കറ്റ് മൈ സ്റ്റൈൽ എന്ന പുസ്തകം രചിച്ചത് കപിൽ ദേവ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് അലൻ ട്യൂറിംഗ്. അർജുന അവാർഡ് നേടിയ ആദ്യ ക്രിക്കറ്റർ സലിം ദുരാനി. ഓക്കെ, അടുത്തത് ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത് സംസ്ഥാനത്താണ്. ഗുജറാത്ത് സംസ്ഥാനത്തിലാണ് ഗിർ നാഷണൽ പാർക്ക്. ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്ത് സംസ്ഥാനത്ത്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയത് രാജസ്ഥാനിലാണ് കേട്ടോ. രാജസ്ഥാനിൽ. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ 3 ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റാണ്. കൺകറൻറ്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതയായത് ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതയായത് ലിൻഡി ക്യാമറൂൺ ആണ്. ലിൻഡി ക്യാമറൂൺ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതയായത് ലിൻഡി ക്യാമറൂൺ. ലിൻഡി ക്യാമറൂൺ. വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം. വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചത് ആരെയാണ്? വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചത് കുമാരനാശാനെയാണ്. കുമാരനാശാനെ. അപ്പോൾ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. അദ്ദേഹത്തെ അപ്രകാരം വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയുമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചത് കുമാരനാശാനെയാണ്. ഓക്കെ, ഇതൊന്ന് റിവൈസ് ചെയ്യാം. ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്ത് സംസ്ഥാനത്താണ്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റാണ്. കൺകറൻറ്റ് ലിസ്റ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതയായത് ലിൻഡി ക്യാമറൂൺ ആണ്. വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചത് കുമാരനാശാനെയാണ്. അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈതച്ചക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈതച്ചക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എറണാകുളമാണ്. എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈതച്ചക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയമാണ് കേട്ടോ. കോട്ടയം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയം. കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക. ദേവിക. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക. 2024 ഏബൽ പുരസ്കാരം, ആബേൽ പുരസ്കാരം, ഗണിതശാസ്ത്രത്തിന് നൽകുന്ന പുരസ്കാരമാണ് ആബേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് മൈക്കൽ തലാഗ്രൻഡിനാണ്. 2024 മാത്സിന് നൽകുന്ന ആബേൽ പുരസ്കാരം ഗണിതശാസ്ത്രജ്ഞനായ മൈക്കൽ തലാഗ്രൻഡിനാണ് ലഭിച്ചിട്ടുള്ളത്. മൈക്കൽ തലാഗ്രൻഡ്.
ആഡം സ്മിത്ത് ജനിച്ച രാജ്യം ഏതാണ്? ആഡം സ്മിത്ത് ജനിച്ചത് സ്കോട്ട്ലൻഡിലാണ് കേട്ടോ, സ്കോട്ട്ലൻഡ്. ആഡം സ്മിത്ത് ജനിച്ച രാജ്യം സ്കോട്ട്ലൻഡാണ്, സ്കോട്ട്ലൻഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈതച്ചക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈതച്ചക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എറണാകുളമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയം. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ദേവിക. 2024 ആബേൽ പുരസ്കാരം ലഭിച്ചുള്ളത് മൈക്കൽ തലാഗ്രൻഡിനാണ്, മൈക്കൽ തലാഗ്രൻഡ്. ആഡം സ്മിത്ത് ജനിച്ച രാജ്യം സ്കോട്ട്ലൻഡ്. ആഡം സ്മിത്ത് ജനിച്ച രാജ്യം സ്കോട്ട്ലൻഡാണ്. അടുത്ത സെറ്റ് ചോദ്യം. ഏറ്റവും അധികം തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തി എന്ന സ്വന്തം റെക്കോർഡ് തിരുത്തിയ ആളാണ് കാമി റിത ഷെർപ്പ എന്നത്. കാമി റിത ഷെർപ്പ എന്നത് ഇദ്ദേഹമാണ് ഏറ്റവും അധികം തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തി എന്ന സ്വന്തം അവാർഡ് തിരുത്തിയിട്ടുള്ളത് കേട്ടോ. കാമി റിത ഷെർപ്പ എന്ന ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി എന്ന സ്വന്തം റെക്കോർഡ് തിരുത്തിയത്. 29 തവണയോളമാണ് ഇദ്ദേഹം എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയിട്ടുള്ളത് കേട്ടോ. അടുത്തത് 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഇന്ത്യയാണ്, ഇന്ത്യ. 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഇന്ത്യയാണ്. അസമിലെ ഗുവാഹത്തിയിലാണ് മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി അസമാണ്, ഇന്ത്യ. രാജ്യത്തെ ആദ്യ തദ്ദേശീയ ആളില്ല ബോംബർ വിമാനം. രാജ്യത്തെ ആദ്യ തദ്ദേശീയ ആളില്ല ബോംബർ വിമാനമാണ് SWD-200B. SWD-200B എന്നതാണ് രാജ്യത്തെ ആദ്യ തദ്ദേശീയ ആളില്ല ബോംബർ വിമാനം. ഓക്കെ. 8ാമത് സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 8ാമത് സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. പ്രഭാവർമ്മയ്ക്ക് നേരത്തെ നമ്മളൊരു സമ്മാനത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, എന്താണെന്ന് ഓർമ്മയുണ്ടോ? 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ ലഭിച്ച കവിയും പ്രഭാവർമ്മയാണ്. 8ാമത് സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരം ലഭിച്ച കവിയും പ്രഭാവർമ്മയാണ് കേട്ടോ. അടുത്തത് 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിൻ്റെ ശരിയായ പേര് എന്താണ്? NK ദേശത്തിൻ്റെ ശരിയായ പേരാണ് N കുട്ടിക്കൃഷ്ണ പിള്ള എന്നത്. N കുട്ടിക്കൃഷ്ണ പിള്ളയാണ് NK ദേശം എന്നറിയപ്പെടുന്നത് കേട്ടോ. NK ദേശം N കുട്ടിക്കൃഷ്ണ പിള്ളയാണ്. NK ദേശം N കുട്ടിക്കൃഷ്ണ പിള്ള. ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്യാം. ഏറ്റവും അധികം തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തി എന്ന സ്വന്തം റെക്കോർഡ് തിരുത്തിയത് കാമി റിത ഷെർപ്പയാണ്. കാമി റിത ഷെർപ്പ. 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഇന്ത്യ. രാജ്യത്തെ ആദ്യ തദ്ദേശീയ ആളില്ല ബോംബർ വിമാനമാണ് SWD-200B എന്നത്. 8ാമത് സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. പ്രഭാവർമ്മ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിൻ്റെ ശരിയായ പേര് N കുട്ടിക്കൃഷ്ണ പിള്ള എന്നതാണ്. അടുത്ത ചോദ്യം. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി. അടുത്തത് ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവിലാണ്. മറൈൻ ഡ്രൈവ് കൊച്ചിയിലാണ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി ജി എന്ന സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവിലാണ്. മറൈൻ ഡ്രൈവ് കൊച്ചി. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ആണ് കേട്ടോ. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ തലവനായ മലയാളി ആരാണ്?
തലവനായ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ തലവനായ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് ഏതാണ്? കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡിൻ്റെ പേരാണ് അരക വ്യൂഹം എന്നത്. അരക വ്യൂഹം. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡിൻ്റെ പേരാണ് അരക വ്യൂഹം. അരക വ്യൂഹം. മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നത്. മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയുന്നതിനായിട്ട് സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നത്. അപ്പോൾ നമുക്കിതൊന്ന് റിവൈസ് ചെയ്യാം. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം ഏതാണ്? രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി. G ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി G സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവിലാണ്. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ തലവനായ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് അരക വ്യൂഹം. അരക വ്യൂഹം. മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനത്തിൻ്റെ പേരാണ് DC കണക്റ്റ് എന്നത്. DC കണക്റ്റ് ആണ് കേട്ടോ. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനത്തിൻ്റെ പേരാണ് DC കണക്റ്റ്. DC കണക്റ്റ്. മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ല. മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ലയാണ് എറണാകുളം ജില്ല. എറണാകുളം ജില്ലയാണ് പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല. മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ലയാണ് എറണാകുളം ജില്ല. ഓക്കെ, അടുത്തത്. 700-ലേറെ വർഷം പഴക്കം കാണുന്ന വട്ടെഴുത്ത് ലിപി കണ്ടെത്തിയ ക്ഷേത്രമാണ് ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം. അത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. 700-ലേറെ വർഷം പഴക്കം കാണുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയത് ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രത്തിലാണ്, പാലക്കാട് ജില്ലയിൽ. ഓക്കെ. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി എവിടെയാണ്? തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂർ. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദിയാണ് തൃശ്ശൂർ. 2024 ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദി തൃശ്ശൂരാണ്. തൃശ്ശൂർ. ഓക്കെ, ഇതൊന്ന് റിവൈസ് ചെയ്യാം. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് DC കണക്റ്റ് എന്നത്. DC കണക്റ്റ്. മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ലയാണ് എറണാകുളം ജില്ല. എറണാകുളം ജില്ല. 700-ലേറെ വർഷം പഴക്കം കാണുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയ ക്ഷേത്രം ഏതാണ്? അത് ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രമാണ്, പാലക്കാട് ജില്ലയിലെ. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി തൃശ്ശൂരാണ്. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അടുത്തത്. 2024 മാർച്ചിൽ 100-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം ഏതാണ്? 2024 മാർച്ചിൽ 100-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം. 2024 മാർച്ചിൽ 100-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം.
മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ പുതുക്കിയ വേതനം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ പുതുക്കിയ വേതനമാണ് 346 രൂപ എന്നത്. 346 രൂപ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണ്? അത് 346 രൂപയാണ്. ഓക്കെ. മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഏത് ഔദ്യോഗിക പേരിലാണ് അറിയപ്പെടുക? മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി സിവിൽ ജഡ്ജി എന്നാണ് അറിയപ്പെടുക കേട്ടോ. മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി സിവിൽ ജഡ്ജി എന്ന ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക. അടുത്തത്, അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കി മാറ്റിയ ഇന്ത്യയിലെ ആദ്യ ജില്ല. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ. വോട്ടർമാരാക്കിയ ആദ്യ ജില്ലയാണ് കണ്ണൂർ ജില്ല. കണ്ണൂർ. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂർ ജില്ലയാണ്. ഓക്കെ, റിവൈസ് ചെയ്യാം. 2024 മാർച്ചിൽ 100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം. ഏതാണ് സത്യാഗ്രഹം? വൈക്കം സത്യാഗ്രഹമാണ്. 2024 മാർച്ചിൽ 100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണ് പറയുന്നത്? 346 രൂപയാണ്. 346. മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? സിവിൽ ജഡ്ജി എന്നാണ്. സിവിൽ ജഡ്ജി എന്ന ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ല. ഓക്കെ, അടുത്തത് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ 40ാമത്തെ ചോദ്യമാണ്. ജാതി വ്യവസ്ഥക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകൻ്റെ 150ാം രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകൻ്റെ 150ാം രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് കേട്ടോ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 150ാം രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിച്ച ഒരു കവിയുണ്ടല്ലോ, ആരാണ്? ഓർമ്മയുണ്ടോ? കുമാരനാശാനാണ് 2024 ജനുവരി 16 100ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവി. 2024 ജനുവരി 16 തീയതി 100ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവിയാണ് കുമാരനാശാൻ. ഇതോടുകൂടി ചേർത്തിട്ട് തന്നെ പഠിക്കുക കേട്ടോ. കുമാരനാശാൻ്റെ 100ാം ചരമവാർഷികമാണ് നമ്മൾ 2024 ആചരിച്ചത്. 150ാം രക്തസാക്ഷിത്വ ദിനം നമ്മൾ ആചരിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടേതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലിൻ്റെ പേര്. അത് ഓർഡർ എന്നാണ്. ഓർഡർ. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ എന്നത്. ഓർഡർ. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലിൻ്റെ പേര് ഓർഡർ എന്നാണ്. ഓർഡർ. പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രം ഈ അടുത്തിടെ അന്തരിച്ചു. അവരുടെ പേരാണ് കുറുമാട്ടി എന്നത്. പി വത്സലയുടെ നോവലിലെ കഥാപാത്രമാണ്. പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ കഥാപാത്രത്തിൻ്റെ പേരാണ് കുറുമാട്ടി എന്നത്. അവരുടെ യഥാർത്ഥ പേര് രാഗിണി എന്നാണ് കേട്ടോ. രാഗിണി കുറുമാട്ടി. ഇത് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. കുറുമാട്ടി എന്നത് പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ കഥാപാത്രത്തിൻ്റെ പേരാണ്. കുറുമാട്ടി എന്നാണ് പേര്. രാഗിണി എന്ന യഥാർത്ഥ നാമം കൂടെ ഉണ്ടെന്നും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത്. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് സ്നേഹഹസ്തം എന്നത്. സ്നേഹഹസ്തം.
ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. റിവൈസ് ചെയ്യുകയാണെങ്കിൽ, ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകൻ്റെ 150-ാം രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കരുടേതാണ് കേട്ടോ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലിൻ്റെ പേരാണ് ഓർഡർ എന്നത്. ഓർഡർ. പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. അവരുടെ പേരാണ് കുറുമാട്ടി. കുറുമാട്ടി. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. സ്നേഹഹസ്തം. ഓക്കെ, അടുത്ത ചോദ്യം. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്താണ് മലയൻകീഴ്. മലയൻകീഴ് തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. മലയൻകീഴ് തിരുവനന്തപുരം ജില്ല. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴാണ്. മലയൻകീഴ്. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി എന്നത്. ഓർമ്മത്തോണി. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി എന്താണ്? ഡിമെൻഷ്യ സൗഹൃദ കേരളം. ഡിമെൻഷ്യ സൗഹൃദ കേരളം എന്ന ആശയം സാക്ഷാത്കരിക്കുന്നതിനായിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി. ഓർമ്മത്തോണി എന്നത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ ഏതാണ്? പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭയാണ് കേരള നിയമസഭ. കേരളം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭയാണ് കേരളം. പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനവും നമ്മുടെ കേരളമാണ്. പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം. പരിസ്ഥിതി ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴാണ്. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി എന്നത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭയാണ് കേരള നിയമസഭ. പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. അടുത്ത ചോദ്യം. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത്? 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദിയാണ് കാസർഗോഡ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയറാണ്. മാനാഞ്ചിറ സ്ക്വയർ കോഴിക്കോട്. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്കാണ് മാനാഞ്ചിറ സ്ക്വയർ കോഴിക്കോട്. മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയാണ് അതിജീവനം. വിശ്വാസ് മേത്ത. മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ ആത്മകഥയുടെ പേരാണ് അതിജീവനം എന്നത്. അതിജീവനം. അപ്പോൾ നമ്മുടെ 50 ചോദ്യം കഴിഞ്ഞ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ലാസ്റ്റ് സെറ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡാണ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡ് ജില്ലയാണ്. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയറാണ്. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ.
മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയാണ് അതിജീവനം എന്നത്. അതിജീവനം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സെഷൻ അവസാനിച്ചിട്ടുണ്ട്. 50 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും റിവൈസ് ചെയ്ത് ഒന്നും കൂടി ഉറപ്പിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.